ഇടുക്കി ഹൈറേഞ്ച് മേഖലയിൽ പ്രധാനമായി കാട്ടാനയും കാട്ടുപന്നികളുമാണ് കാർഷിക വിളകൾ നശിപ്പിക്കുന്നത്. വന്യജീവി ആക്രമണത്തിൽ കൃഷിനാശം സംഭവിക്കുന്ന കർഷകർക്ക് നാമമാത്ര തുകയാണ് നഷ്ടപരിഹാരമായി ലഭിക്കുന്നത്. ജില്ലയിൽ വനംവകുപ്പ് നൽകുന്ന നഷ്ടപരിഹാര തുക മുടങ്ങിയിട്ട് മാസങ്ങളാകും. ഇടുക്കി ജില്ലയിലെ രാജകുമാരി മഞ്ഞക്കുഴി പാടശേഖരത്തെ വിളവെടുപ്പിന് പാകമായ ഏക്കർ കണക്കിന് നെൽകൃഷിയാണ് കഴിഞ്ഞ ദിവസം കാട്ടുപന്നികൾ നശിപ്പിച്ചത്. നഷ്ടപരിഹാരത്തിനായി അപേക്ഷിച്ചാൽ തുക ലഭിക്കാൻ കാലതാമസം ഏറും. ലഭിക്കുന്നതോ തുച്ഛമായ തുക. ഒരു ഹെക്ടറിന് വെറും 11,000 രൂപയാണ് നഷ്ടപരിഹാരമായി ലഭിക്കുക. ഒരു ഏക്കർ സ്ഥലത്ത് നെൽകൃഷി ഇറക്കണമെങ്കിൽ കർഷകന് 30,000 രൂപ മുതൽ 35,000 രൂപ വരെ ചിലവ് വരും. കൃഷിവകുപ്പിന്റെ വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടാത്ത കർഷകർക്ക് പേരിന് മാത്രമാണ് നഷ്ടപരിഹാരം. കൃഷിനാശം വന്നു കഴിഞ്ഞാൽ ആദ്യം ഇത് അന്വേഷിക്കേണ്ടത് വില്ലേജ് ഓഫീസറാണ്. ആ ഓഫീസറുടെ റിപ്പോർട്ടും പ്രകാരം നമ്മൾ വനം വകുപ്പിനെ ഏൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവരിൽ നിന്നെല്ലാം ഓരോ കാര്യങ്ങളെ ഉൾക്കൊണ്ട് വരുമ്പോഴും നമുക്ക് നഷ്ടപരിഹാര തുക എന്ന് പറയുന്നത് വളരെ തുച്ഛമായിട്ടുള്ള ഒരു തുക മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. വന്യജീവികൾ കാരണമുണ്ടായ കൃഷിനാശത്തിന് വനം വകുപ്പ് നൽകുന്ന നഷ്ടപരിഹാരം മുടങ്ങിയിട്ട് മാസങ്ങളായി. 9 വർഷം മുമ്പ് സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുകയാണ് ഇപ്പോഴും നൽകുന്നത്. കൃഷിനാശം സംബന്ധിച്ച് കൃഷി ഓഫീസറുടെ റിപ്പോർട്ട് സഹിതം അപേക്ഷ നൽകിയാൽ വനം വകുപ്പ് വീണ്ടും അന്വേഷിച്ച് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഡിവിഷണൽ ഓഫീസ് മുഖേന നഷ്ടപരിഹാരം അനുവദിക്കുക. കർഷകന് മുടക്കുമുതലിന്റെ 1/4 പോലും നഷ്ടപരിഹാരമായി ലഭിക്കുന്നില്ല. കേന്ദ്ര വനം മന്ത്രാലയവും സംസ്ഥാന വനം വകുപ്പും കാലോചിതമായി നിയമങ്ങൾ പരിഷ്കരിച്ചില്ലെങ്കിൽ വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണങ്ങളിൽ ജീവിതം കൂടുതൽ ദുരിതത്തിലാകുമെന്ന ആശങ്കയിലാണ് കർഷകർ. ന്യൂസ് മലയാളം, ഇടുക്കി.